യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നടക്കുന്ന എന്താ, ഗവർണർ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുമ്പോൾ മാർക്സിസ്റ്റ് വൽക്കരണത്തിനാണ് SFI സമരം ചെയ്തത്. നേരെ മറിച്ച് ഈ നോമിനേഷൻ്റെ കാര്യത്തിൽ ഒരു മാനദണ്ഡം വേണം എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ഞങ്ങളതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. കാരണം മുമ്പ് രാംദുലാരി സിൻഹ ഗവർണറായിരുന്ന സമയത്ത് അവർ മറ്റേ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചവരെ കുറേ പേരെടുത്തു. അന്ന് പ്രതിപക്ഷം നിർദ്ദേശിച്ച ചില പേരുകൾ അതെടുത്തു, അല്ലാതെ അവരുടെ വകയായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇന്ന് അങ്ങനെയല്ല CPM പറയുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രം എടുക്കണം, ഞങ്ങളുടെ പാർട്ടിക്കാരെ മാത്രം എടുക്കണം. ഇപ്പോൾ ഗവർണർ പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാരെ എടുക്കണം. ഇവിടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല, കാരണം ഞങ്ങൾ രണ്ടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് കാവ്യവൽക്കരണത്തിനോട് യോജിപ്പില്ല, മാർക്സിസ്റ്റ് വൽക്കരണത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പിന്നെ ഗവർണറെ തടയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങൾ രാജസ്ഥാൻ ഭരിച്ചിരുന്നു, ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നു, ഇപ്പോൾ തെലുങ്കാന ഭരിക്കുന്നുണ്ട്, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നുണ്ട്, കർണാടകം ഭരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഗവർണർമാർ ഞങ്ങൾ ദ്രോഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് ശക്തമായിട്ട് അതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതല്ലാതെ ആ സംസ്ഥാനങ്ങളിലൊന്നും, തമിഴ്നാട്ടിൽ പോലും ഗവർണർക്ക് പുറത്തിറങ്ങി നടക്കാൻ പ്രയാസമൊന്നുമില്ല. കാരണം ഗവർണറെ തടയുമ്പോൾ വകുപ്പ് മാറി. അപ്പോൾ ഞാനിപ്പോൾ സംശയിക്കുന്നത്, ഇന്നലെ ഒരു വാചകം നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, രാഷ്ട്രപതി ഭരണത്തിനുള്ള ശ്രമമാണ്. അപ്പോൾ ഗവർണറെ തടഞ്ഞ് ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ഒരു ഗൂഢലക്ഷ്യം മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ സാമ്പത്തിക രംഗം തകർന്നിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ പറയാത്തതുകൊണ്ടാണ് കേരളത്തിന് സഹായം കിട്ടാത്തതെന്ന് പരാതി പറഞ്ഞപ്പോൾ ഞങ്ങളും പോയി കണ്ടു ധനകാര്യമന്ത്രീനെ. ഇപ്പോൾ 3100 കോടി എടുത്തോളാൻ പറഞ്ഞിട്ടുള്ളത്, അടുത്ത വർഷം അതും കൂടെ തിരിച്ചു പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ക്രൈസിസിലേക്ക് സ്റ്റേറ്റ് പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗവർണറെ പ്രകോപിപ്പിച്ച് രാഷ്ട്രപതി ഭരണം ക്ഷണിച്ചു വരുത്താനുള്ള ഗൂഢനീക്കമാണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പിണറായി സർക്കാരിനോട് ഞങ്ങൾക്ക് വളരെയധികം വിയോജിപ്പുണ്ടെങ്കിലും കേന്ദ്രം ഇടപെട്ട് രാഷ്ട്രപതി ഭരണത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. കാരണം ഈ സർക്കാരിനെ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്ത് ശിക്ഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.